തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ പരാമർശം തള്ളി. അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു KV ദേവദാസ്. സുധാകരന്റെ പ്രസംഗം കേട്ടത് അത്ഭുതത്തോടെയാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് ചിന്തിച്ചതെന്നും KV ദേവദാസ് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം നടന്നതായി ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നും KV ദേവദാസ് 24-നോട് പറഞ്ഞു. ജി സുധാകരൻ്റെ പ്രസംഗം ഇന്നലെ TV-യിൽ കണ്ടതോടുകൂടിയാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ആ റിപ്പോർട്ടുണ്ടപ്പോൾ എന്താ ഇങ്ങനെ പ്രതികരിക്കാൻ? എൻ്റെ ശ്രദ്ധയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെട്ടിട്ടില്ല. ആരും എൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമില്ല. ഈ കഴിഞ്ഞ 36 വർഷമായി പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആരും, നിരവധി പേര് ഇപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരും സൂചിപ്പിച്ചിട്ടില്ല. അപ്പോൾ സുധാകരൻ്റെ പ്രതികരണം പോലെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ വിശ്വാസത്തിൽ സുധാകരൻ അങ്ങനെ ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും തോന്നുന്നില്ല. ചെയ്യലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരു പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മനീഷ് മഹിബാലു, മനീഷ് ജി സുധാകരനെ കുറ്റപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇൻറ്റഗ്രിറ്റി ഉള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് ആ രാഷ്ട്രീയമുള്ള ആൾ അങ്ങനെ ചെയ്യുന്ന കാര്യം ദേവദാസിന് ആലോചിക്കാനേ കഴിയുന്നില്ല എന്ന് പറയുകയല്ലേ മനീഷ്? ആഷ്മി, ഇവിടെ ജി സുധാകരന്റെ പ്രസംഗത്തെ, അദ്ദേഹത്തിന്റെ പരാമർശത്തെ മാത്രമാണ് അദ്ദേഹം പാടെ തള്ളുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ മികച്ച സംഘാടകനെ അദ്ദേഹം തള്ളുന്നില്ല. ആ സമയത്ത് പിന്നെ തന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFന്റെ പാർലമെന്ററി കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു ജി സുധാകരൻ. അന്ന് KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു KV ദേവദാസ്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുധാകരന്റെ നിലവിൽ നടത്തിയ പ്രസ്താവന വാസ്തവമല്ല. എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഒപ്പം തന്നെ സർവീസ് സംഘടനയിലുള്ള ആളായിരുന്നു KV ദേവദാസ്. ദേവദാസിന് ആ സമയത്ത് 15% വോട്ട് ലഭിച്ചില്ല എന്നുകൂടി ജി സുധാകരൻ പൂർണ്ണമായി തള്ളുകയാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്. പിന്നെ പക്ഷേ ജി സുധാകരൻ ഈ പറയുന്ന പഴയ കാലങ്ങൾ ഓർത്തെടുത്തപ്പോൾ ഒരു ഒഴുക്കിൽ അങ്ങ് പറഞ്ഞതാണ്. ആ പറഞ്ഞത് പുലിവലായി എന്നറിയുമ്പോൾ ജി സുധാകരൻ അത് ഒന്ന് മയപ്പെടുത്താനോ തിരുത്താനോ ഒക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഉണ്ടാക്കാനുള്ള ഡാമേജ് ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത്. കാര്യം ഇലക്ഷൻ കൃത്രിമത്തെ കുറിച്ചാണ് ഒരു പൊതുവേദിയിൽ ജി സുധാകരൻ തുറന്നു പറയുന്നത് മാത്രമല്ല, കേസെടുത്താൽ കുഴപ്പമില്ല എന്നൊരു ചെറിയ വെല്ലുവിളി കൂടി ജി സുധാകരൻ നടത്തുകയും ചെയ്തു.